മാധ്യമരംഗത്തെ പുരുഷവേശിയാണ് ഹാഷ്മി ടി താജ് ഇബ്രാഹിം 24 അവതാരകൻ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഠിനവും ക്രൂരവും പൈശാചികവും മൃഗീയവുമായ പീഡന വാർത്ത പുറത്തു വന്നപ്പോൾ പൊതുവെ കാതികനായ കഥാപ്രസംഗം നടത്തുന്ന ഹാഷ്മി വലിയ കഥാപ്രസംഗം നടത്തിയിരുന്നു. എല്ലാ ഇൻട്രോകളും അദ്ദേഹം കഥാപ്രസംഗം നടത്തിയിട്ടാണ് പരിപാടി അവതരിപ്പിക്കാറുള്ളത്. വൈകാരികമായ വലിയ ഉറഞ്ഞുതുള്ളലുകളും ഇരകൾക്കൊപ്പം നിൽക്കുന്ന വലിയ വർത്തമാനങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അതിനൊക്കെ അല്പം ആത്മാർത്ഥത ഉണ്ടെന്ന് നേരത്തെ തോന്നിയിരുന്നു. പക്ഷേ ഒരാത്മാർത്ഥത ഇല്ലെന്ന് വെളിപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ. കേരള ചരിത്രത്തിലെ പൊതുപ്രവർത്തന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്താൽ പലരും പല കാലത്ത് പല അപവാദങ്ങളിലും പ്രശ്നങ്ങളിലൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു സെക്ഷൽ പെർവേർട്ട് ഇത്രയും നീചനായ അധമനായ ഒരുത്തനുണ്ടായിട്ടില്ല. അവനെ വിളിച്ച് സംസാരിച്ച് ഇൻ്റർവ്യൂ നടത്തി അവനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഹാഷ്മി നടത്തിയ ആ പരിശ്രമമുണ്ടല്ലോ, അത് കണ്ടിൽ നടിക്കാൻ പറ്റില്ല. അതുപോലെ ഇത്രയും വൃത്തികെട്ട ഒരു മാധ്യമ പ്രവർത്തനവും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഹാഷ്മിക്ക് അഭിമാനിക്കാം, ഇത്രയും വൃത്തികെട്ടവൻ്റെ കൂടെ അഭിമുഖം നടത്തി ചാനൽ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി ശ്രമിച്ചതിന് സഹതാപം തോന്നുകയാണ്. ജനാധിപത്യത്തിലെ 4ാം തൂണാണ് മാധ്യമങ്ങൾ എന്നൊക്കെ അവകാശപ്പെടാറുണ്ട്. സത്യത്തിന് വേണ്ടി നിൽക്കുക, നീതിക്ക് വേണ്ടി നിൽക്കുക, ഇരകൾക്ക് വേണ്ടി നിൽക്കുക എന്നതൊക്കെയാണ് അവരുടെ മുദ്രാവാക്യം. വൈകാതെ തന്നെ ദിലീപിൻ്റെ, ഗോവിന്ദചാമിയുടെ, ഫ്രാങ്കോയുടെ അഭിമുഖങ്ങളും പ്രതീക്ഷിക്കുന്നു. കാരണം അവർക്ക് ഇതുപോലെ ആരോപണങ്ങൾ നേരിടുന്നവരാണല്ലോ പല രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് മാധ്യമപ്രവർത്തനം എന്നതിന് ഒരു വിലയും നിലയൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ മനുഷ്യർക്ക് ഒരു ചിന്തയുണ്ട്, മാധ്യമങ്ങളെന്നൊക്കെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്, സത്യം പുറത്തു കൊണ്ടുവരുന്നവരാണെന്നൊക്കെ, നേരോടെ നിർഭയം നിരന്തരം എന്നൊക്കെ ഏഷ്യാനെറ്റൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷേ മാധ്യമങ്ങൾ പണം വാങ്ങിയും പിന്നെ പിമ്പ് പ്രവർത്തനം നടത്തുന്നവരാണെന്നും റേറ്റിംഗിൽ നിൽക്കുന്നവരാണെന്നും വലതുപക്ഷത്തോട് വ്യതിയാനമുള്ളവരാണെന്നൊക്കെ ആരോപണങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര പരസ്യമായിട്ട് ഇമാതിരി വൃത്തികെട്ട പണിയൊന്നും ആരും വിചാരിച്ചിട്ടില്ല. രാഹുൽ ചെയ്തതെന്താ? രാഹുൽ പച്ച തെറി വിളിക്കുന്ന വീഡിയോ വോയിസ് പുറത്തു വന്ന ദിവസമായിരുന്നു ഇന്നലെ. അതേ ദിവസമാണ് അവനെ ഇൻ്റർവ്യൂ നടത്തി അഭിമുഖം നടത്തി വെളുപ്പിച്ചെടുത്തത്. പച്ചത്തെറി ആരോടാണ് രാഹുൽ വിളിക്കുന്നത്? ഭാര്യയോടാണോ? സ്വന്തം ഭാര്യയോടായാലും പച്ചത്തെറി വരാനുള്ള അവകാശമുണ്ട് ഒരാൾക്ക്? ഇല്ലല്ലോ. അവൻ്റെ ഭാര്യയൊന്നുമല്ല, ഒരു പെൺകുട്ടിയോട്, ഒരു യുവതിയോട് അവൻ മോഹന വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. ആ ഗർഭിണിയായ ഗർഭസ്ഥ ശിശുവിനെ, അവൻ്റെ സ്വന്തം കുഞ്ഞിനെ ഭൂമിയിലേക്ക് പറക്കാൻ അവകാശം കൊടുക്കാതെ അവളെ അതിനെ കൊല്ലണം. അതിനെ കൊല്ലാൻ തയ്യാറാകാതുകൊണ്ട് അത് നിന്നെ ബാധിക്കില്ല, അതിനെ ഞാൻ വളർത്തിക്കൊള്ളാം, അതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, നിന്നെ ബാധിക്കില്ല, ഒരു രീതിയിലും താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ അവളെ വിളിക്കുകയാണ് പൂ മോളെ, മൈ മോളെ എന്നൊക്കെ. അതുകൊണ്ട് അവകാശം ആർക്കാ? ഹൈക്കോടതിയൊക്കെ ജാമ്യം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. രാഹുലിൻ്റെ അപേക്ഷ വെക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഹൈക്കോടതി, മുൻകൂർ ജാമ്യം കൊടുക്കാൻ വേണ്ടി നിരത്തി കൊടുക്കുകയാണ്. 3 പേരെ ഗർഭിണിയാക്കി പീഡിപ്പിച്ച് ഗർഭചിത്രം നടത്തിയവന് ജാമ്യം മുൻകൂർ. സാധാരണക്കാരൻ കിട്ടുമോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി? അപ്പോൾ ഹൈക്കോടതി ഇതൊക്കെ പരിഗണിക്കണ്ടേ? ഇതുപോലെ തെറി പറഞ്ഞാൽ ഒരു സ്ത്രീയെ തെറി പറയാനുള്ള അവകാശമുണ്ടോ? അവർക്കൊക്കെ ഇങ്ങനെ നിർബാധം നടക്കാൻ പറ്റുമോ? ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുക, തെറി പറയുക, ഭീഷണിപ്പെടുത്തുക, എന്തെല്ലാം രീതിയിൽ സമ്മർദ്ദം ചെലുത്തുക, നടത്തുക, മനുഷ്യജീവന് ഹാനി വരുന്ന രീതിയിൽ ഗർഭചിത്രം നടത്തുക, എന്നുള്ള മരുന്ന് കൊണ്ടേ കൊടുക്കുക സഹായികളെ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അവൻ കിടന്ന് ന്യായീകരിക്കുക, ഞാൻ ചിലത് പുറത്തു വിടും, അത് വന്നു കഴിഞ്ഞാൽ കേരളം ഞെട്ടും എന്നൊക്കെ. അതിനൊക്കെ അവസരം കൊടുത്തിട്ട് ഞെളിഞ്ഞിരിക്കുകയാണ്. മറ്റുള്ളവർ സംസാരിക്കാൻ അവസരം കൊടുക്കാതെ ചോദ്യങ്ങളിങ്ങനെ ശരം പോലെ പുറത്തു വരുന്ന ഹാഷ്മി താജ് രാഹുൽ കൊടുത്ത പൈസയും വാങ്ങി പോക്കറ്റിലിട്ട് അനങ്ങാതിരിക്കുകയാണ് വെളുപ്പിക്കാൻ വേണ്ടി. നിനക്കൊക്കെ മറ്റേ പണിക്ക് പോകുന്നതല്ലേ നല്ല ഹാഷ്മി? മറ്റേ പണി അതന്നെ നല്ലത്. വെറുതെ എന്തിനാളെ കൊണ്ട് പറയിപ്പിക്കുന്നത്?